പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് വോൾട്ടാസ് AC-യുടെ റിമോട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ഡെമോയാണ്. നിങ്ങൾ പലരും AC ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് റിമോട്ടിൽ ഒരുപാട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വോൾട്ടാസ് റിമോട്ടിൻ്റെ ഡെമോയുമായി വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വോൾട്ടാസിൻ്റെ റിമോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് തന്നെ പവർ ബട്ടൺ കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു ബട്ടൺ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. അതിൽ തൊട്ട് താഴെ തന്നെ മൈനസും പ്ലസ് എന്നുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട്. അതായത് നമുക്ക് കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബട്ടൺസാണ് ഈ രണ്ടും. ആ കൂളിംഗ് അതായത് മിനിമം നിങ്ങൾക്ക് 16 ഡിഗ്രി തൊട്ട് മാക്സിമം നിങ്ങൾക്ക് 30 ഡിഗ്രി വരെ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ 16 ഡിഗ്രി എന്ന് പറയുന്നത് വളരെ നല്ലൊരു കൂളിംഗ് ആയിരിക്കും വരുന്നത്. 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് കൂളിംഗ് ആയിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ തന്നെ മോഡ് എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട്. ആ ഒരു മോഡ് ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലൊരു ഫാൻ മോഡ് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് AC-യെ തന്നെ നിങ്ങൾക്കൊരു ഫാനായിട്ട് തന്നെ നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ടെമ്പറേച്ചർ, അതായത് നമുക്ക് നോർമൽ കൂളിംഗ് അതുവഴി തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു മോഡ് വഴിയാണ് നിങ്ങൾക്ക് കൂളിംഗ് ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. പിന്നെ അടുത്ത മോഡ് വരുമ്പോൾ നമുക്ക് ഡ്രൈ മോഡ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ മഴ സമയത്തൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് അതിൽ വേറെ കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു 24 ഡിഗ്രിയിലായിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അടുത്ത മോഡ് വരുന്നത് നമുക്ക് ഹീറ്റ് മോഡാണ്. അത് നമുക്ക് ഈ ഒരു ഹീറ്റ് മോഡ് വരുന്ന AC-യിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും 4 മോഡാണ് ആ ഒരു മോഡ് എന്നുള്ളൊരു ബട്ടൺ വരുന്നത്. പിന്നെ തൊട്ടടുത്തായിട്ട് ഫാൻ എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് 4 മോഡിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോ, പിന്നെ ലോ, മീഡിയം, ഹൈ, ഇത്രയും 4 മോഡാണ് നിങ്ങൾക്ക് ഫാൻ മോഡിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടെമ്പറേച്ചർ അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഫാൻ മോഡ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വെർട്ടിക്കൽ സിങ് എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട്. അത് നമുക്ക് ആ ഒരു AC-യുടെ അകത്തുള്ള ആ ഒരു ഫ്ലിപ്പ് റൈറ്റും ലെഫ്റ്റിലോട്ട് തന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ച് സിങ് ആവുന്നതാണ്. അത് നമുക്ക് ഈ 4-way സിങ് വരുന്ന AC-കളിലൊക്കെയാണ് ആ വെർട്ടിക്കൽ സിങ് വരുന്നത്. പിന്നെ ഹൊറിസോണ്ടൽ സിങ് വരുന്നുണ്ട്. അതായത് നമ്മുടെ AC-യുടെ ഫ്രണ്ട് ഭാഗത്തെ ആ ഒരു ഫ്ലിപ്പ് താഴോട്ടും മുകളിലോട്ടും സിങ് ആകുന്ന ആ ഒരു ബട്ടണാണ്. അങ്ങനെ 2 ടൈപ്പ് സിങ്ങാണ് വരുന്നത്. അതിൽ ഹൊറിസോണ്ടൽ സിങ് മിക്ക AC-കളിലും വരുന്നുണ്ട്. വെർട്ടിക്കൽ സിങ് ഈ ഒരു 4-way സിങ് വരുന്ന AC-കളിൽ മാത്രമാണ് വരുന്നത്. പിന്നെ സ്ലീപ്പ് മോഡ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ സ്ലീപ്പ് മോഡ് ഓൺ ആക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓരോ 2 മണിക്കൂർ, അതായത് നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണ് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് വരുന്ന ഓരോ 2 മണിക്കൂർ കഴിയുമ്പോഴും നിങ്ങളുടെ കൂളിംഗ്, അതായത് ഇപ്പം 20-ലാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്, അത് ഓട്ടോമാറ്റിക്കലി 22, പിന്നെ ഒരു 2 മണിക്കൂർ 24-ലോട്ടൊക്കെ മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പവർ സേവ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ് ആ സ്ലീപ്പ് മോഡ് ഓൺ ആക്കിയിടുകയാണെങ്കിൽ തന്നെ. പിന്നെ തൊട്ടടുത്ത് ലാമ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് AC-യുടെ തന്നെ ഒരു LED ഇൻഡിക്കേഷൻ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ലാമ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത്. പിന്നെ സേവർ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് എനർജി എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ബട്ടൺ വരുന്നത്. നിങ്ങൾക്ക് അത് ഓൺ ചെയ്തിടുകയാണെങ്കിൽ തന്നെ 24 ഡിഗ്രിയിലായിരിക്കും ആ ഒരു AC വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് കമ്പനി പറയുന്നത് പോലും നമുക്ക് 24 ഡിഗ്രിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കറണ്ട് വളരെയധികം സേവ് ചെയ്യാൻ പറ്റുമെന്നാണ്. പിന്നെ ടർബോ മോഡ് വരുന്നുണ്ട്. അതായത് നമുക്ക് ടർബോ മോഡ് ഓൺ ആക്കിയിടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്നൊക്കെ റൂം കൂളിംഗ് ആയി കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് റൂമിൽ കയറുന്ന സമയത്ത് പെട്ടെന്ന് റൂം കൂളായി കിട്ടണമെങ്കിൽ തന്നെ ടർബോ മോഡ് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഓൺ ചെയ്തിടാം. അപ്പോൾ റൂം പെട്ടെന്ന് തന്നെ കൂളായി കിട്ടും. അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ഒരു നോർമൽ മോഡിലോട്ട് ഓൺ ആക്കിയതിന് ശേഷം ഏതാണ് ടെമ്പറേച്ചർ അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന മോഡാണ് നിങ്ങൾക്ക് ടൈമർ ഓൺ എന്നുള്ളൊരു മോഡും ടൈമർ ഓഫ് എന്നുള്ള മോഡും വരുന്നുണ്ട്. അത് നമുക്ക് ടൈമർ ഓൺ മോഡ് നമുക്ക് വർക്ക് ചെയ്തില്ല. ടൈമർ ഓഫ് മോഡ്, അതായത് നിങ്ങൾക്ക് എത്ര ടൈം കഴിഞ്ഞാണ് ഇപ്പം AC ഓഫ് ചെയ്യേണ്ടത് ആ ഒരു ടൈം നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
നിങ്ങൾക്ക് ഇപ്പം ഓൺ ചെയ്ത് നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറോ കഴിഞ്ഞ് AC ഓഫ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ടൈമർ ഓഫ് ബട്ടൺ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് മാക്സിമം 24 മണിക്കൂർ വരെ നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഏറ്റവും താഴെയായിട്ട് ലെഫ്റ്റിലായിട്ട് വരുന്ന മോഡാണ് നിങ്ങൾക്ക് ടെമ്പറേച്ചർ മോഡ്. അതായത് നമുക്ക് റൂമിൻ്റെ ഒരു ടെമ്പറേച്ചർ തന്നെ നിങ്ങൾക്ക് അതിൽ കാണിക്കുന്നതാണ്. പിന്നെ തൊട്ടടുത്തായിട്ട് സെറ്റ് എന്നുള്ളൊരു മോഡ് വരുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞില്ലേ, നമുക്കിവിടെ ഒരു ടൈമറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾക്ക് സെറ്റ് എന്നുള്ള മോഡിൽ പ്രസ് ചെയ്യണമെങ്കിൽ തന്നെ അത് ജസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ തൊട്ടടുത്ത് വൈഫൈ മോഡ് വരുന്നുണ്ട്. ഏറ്റവും താഴെയായിട്ട് റൈറ്റ് സൈഡിൽ തന്നെ വൈഫൈ മോഡ് വരുന്നുണ്ട്. അത് നമുക്ക് വൈഫൈ ഒക്കെ ഉള്ള AC-കളിൽ തന്നെ നിങ്ങൾക്ക് ആ വൈഫൈ മോഡ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ആപ്പ് വഴി തന്നെ നിങ്ങൾക്ക് ഫോണിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് വഴി തന്നെ AC കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഓപ്ഷൻസാണ് നിങ്ങൾക്ക് ഒരു വോൾട്ടാസ് AC റിമോട്ടിൽ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്